ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ ദ മിസ്റ്റ് എന്ന ഹൊറർ ത്രില്ലർ സിനിമയുടെ കഥയാണ്. അമേരിക്കയിലെ മെയിൻ എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് ആർട്ടിസ്റ്റായ ഡേവിഡ് തൻ്റെ ഭാര്യ സ്റ്റെഫാനിയുടെയും മകൻ ബില്ലിയുടെയും കൂടെ താമസിച്ചിരുന്നത്. ഒരു രാത്രി ആ പ്രദേശത്ത് അതിശക്തമായ മഴയും കൊടുങ്കാറ്റും ഉണ്ടാകുന്നു. വലിയ മരങ്ങൾ വരെ കടപുഴകി വീഴുന്ന തരത്തിലുള്ള ഭീകരമായ കാലാവസ്ഥയായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ ഡേവിഡും ഭാര്യയും ചേർന്ന് വീടിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ മകൻ ബില്ലി അവരെ തടാകക്കരയിലുള്ള ബോട്ട് ഹൗസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അയൽവാസിയുടെ വലിയൊരു മരം കടപുഴകി വീണ് അവരുടെ ബോട്ട് ഹൗസ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. തടാകത്തിന്റെ അക്കരെ മലനിരകൾക്ക് സമീപമായി ഒരു വലിയ മൂടൽമഞ്ഞ് രൂപപ്പെട്ടിരുന്നു. അത് പതുക്കെ അവരുടെ ഭാഗത്തേക്ക് നീങ്ങുന്നതായി കാണാമായിരുന്നു. പക്ഷേ ആ ദുരൂഹമായ മൂടൽമഞ്ഞ് അവരുടെ ജീവിതം തന്നെ തലകീഴായി മറിക്കാൻ പോകുകയാണെന്ന് അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം ബോട്ട് ഹൗസിന് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി ഡേവിഡ് തൻ്റെ അയൽവാസിയായ നോർട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ചയും അത്ര നല്ലതായിരുന്നില്ല. കൊടുങ്കാറ്റിൽ മറ്റൊരു വലിയ മരം നോർട്ടന്റെ കാറിന് മുകളിലേക്ക് വീണ് അത് പൂർണ്ണമായും തകർന്നിരുന്നു. നോർട്ടന്റെ കാർ കേടായതിനാൽ പിന്നീട് അവശ്യ സാധനങ്ങൾ വാങ്ങാനായി പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഡേവിഡും മകൻ ബില്ലിയും നോർട്ടനെയും കൂടെ കൂട്ടി. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിരവധി സൈനിക ട്രക്കുകൾ എതിർ ദിശയിലേക്ക് പാഞ്ഞു പോകുന്നത് അവർ ശ്രദ്ധിക്കുന്നു. സമീപത്തുള്ള മലനിരകളിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ പ്രോജക്ട് ആരോഹഡ് എന്ന പേരിൽ സർക്കാർ ഒരു രഹസ്യ പദ്ധതി നടത്തുന്നതായി കേട്ടിട്ടുണ്ടെന്ന് നോർട്ടൻ പറയുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ചേരുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഭീകരമായ കാലാവസ്ഥയെ തുടർന്ന് നിരവധി ആളുകൾ ഷോപ്പിങ്ങിനായി അവിടെ എത്തിയിരുന്നു. അതിനിടയിൽ കടയിൽ ചില സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് സൈറൻ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ പോലീസ് വാഹനങ്ങളും സൈനിക ട്രക്കുകളും അതിവേഗത്തിൽ റോഡിലൂടെ പാഞ്ഞു പോകുന്നത് കാണുന്നു. എന്തോ അസാധാരണമായ സംഭവം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായ ആളുകൾ ആശങ്കയോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് രക്തം പുരണ്ട മുഖവുമായി ഡാൻ മില്ലർ എന്ന വ്യക്തി കടയിലേക്ക് ഓടിക്കയറി വരുന്നത്. ഭയന്ന് വിറയ്ക്കുകയായിരുന്ന അയാൾ വേഗം തന്നെ കടയിലെ എല്ലാ വാതിലുകളും അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ആ മൂടൽമഞ്ഞിലുള്ള ഏതോ ജീവി തൻ്റെ കൂടെയുണ്ടായിരുന്നയാളെ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് അയാൾ പറയുന്നത്. ഇത് കേട്ടതോടെ കടയിലുണ്ടായിരുന്നവർ പരിഭ്രാന്തരായി. ചിലർ അയാൾ പറയുന്നത് വിശ്വസിക്കാതെ കടയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തുനിന്ന് അവരുടെ ഭയാനകമായ നിലവിളികൾ കേൾക്കാൻ തുടങ്ങി. ആ നിലവിളികൾ കേട്ടതോടെ അവിടെയുണ്ടായിരുന്നവർ വേഗം തന്നെ കടയിലെ വാതിലുകൾ അടച്ചുപൂട്ടി. വൈകാതെ തന്നെ സൂപ്പർ മാർക്കറ്റിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ കനത്ത മൂടൽമഞ്ഞ് നിറഞ്ഞു. അതേസമയം ഭൂകമ്പം പോലെയുള്ള ഒരു ശക്തമായ പ്രകമ്പനവും അവിടെ അനുഭവപ്പെട്ടു. അതോടെ കടയിലുണ്ടായിരുന്നവരുടെ ആശങ്ക ഇരട്ടിയായി. ഇതിനിടയിൽ ഒരു സ്ത്രീ എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുന്നു. അവളുടെ 2 ചെറിയ കുട്ടികൾ വീട്ടിൽ തനിച്ചാണെന്നും അതിനാൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നും അവൾ പറയുന്നു. തനിക്കൊപ്പം ആരെങ്കിലും വരുമോ എന്ന് അവൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരോടും ചോദിക്കുന്നു. പക്ഷേ ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അവൾ ഡേവിഡിനോടും സഹായം ആവശ്യപ്പെട്ടെങ്കിലും അവനും അത് നിരസിക്കുന്നു. കാരണം ആ മൂടൽമഞ്ഞിനുള്ളിൽ ഇറങ്ങാൻ എല്ലാവർക്കും ഭയമായിരുന്നു. ഒടുവിൽ മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒറ്റയ്ക്ക് തന്നെ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. ആ സ്ത്രീ പതുക്കെ മൂടൽമഞ്ഞിലേക്ക് നടന്നു നീങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം അവളുടെ രൂപം മൂടൽമഞ്ഞിൽ പൂർണ്ണമായും മറഞ്ഞു. ഇതെല്ലാം കണ്ട് ഭയന്നിരുന്ന ബില്ലിയെ സമാധാനിപ്പിക്കാൻ ഡേവിഡ് ശ്രമിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം മകന് ഉറങ്ങാൻ വേണ്ടി ഒരു ബ്ലാങ്കറ്റ് എടുക്കുന്നതിനായി ഡേവിഡ് കടയുടെ ഗരാജിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ ബാക്കപ്പ് ജനറേറ്ററിൽ നിന്ന് പുക ഉയരുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഗരാജിന് പുറത്തുനിന്ന് ചില വിചിത്രമായ ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയ ഡേവിഡ് ഉടൻ തന്നെ കടയ്ക്കുള്ളിലേക്ക് മടങ്ങി. അവൻ അസിസ്റ്റന്റ് മാനേജറായ ഒല്ലിയോടും മെക്കാനിക്കായ ജിമ്മിനോടും ഈ കാര്യം പറയുന്നു. എന്നാൽ ആദ്യം അവർ ഡേവിഡിനെ വിശ്വസിക്കുന്നില്ല. പിന്നീട് എല്ലാവരും ചേർന്ന് ഗരാജിലെത്തി കാര്യം പരിശോധിക്കുന്നു. ജനറേറ്ററിന്റെ എക്സോസ്റ്റ് പൈപ്പ് എന്തോ കാരണം കൊണ്ട് അടഞ്ഞിരിക്കാമെന്നും അത് ശരിയാക്കണമെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വരുമെന്നും ജിം പറയുന്നു. പക്ഷേ ഡേവിഡിന് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. പുറത്തുള്ള അപകടത്തെക്കുറിച്ച് അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പോഴാണ് നോം എന്ന യുവാവ് പുറത്തുപോയി അത് ശരിയാക്കാമെന്ന് പറയുന്നത്. എന്നാൽ ഡേവിഡ് അതിനെയും ശക്തമായി എതിർത്തു. അതോടെ ജിമ്മും ഡേവിഡും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഒടുവിൽ നോമിനെ പുറത്തുവിടാൻ തീരുമാനിച്ച ജിം കടയുടെ ഷട്ടർ ഉയർത്താൻ ആവശ്യപ്പെട്ടു.
ഗരാജിന്റെ ഷട്ടർ ഉയർത്തിയപ്പോൾ പുറത്തേക്ക് കാണാനായത് കനത്ത മൂടൽമഞ്ഞ് മാത്രമായിരുന്നു. ഒന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു നോം. എന്നാൽ അടുത്ത നിമിഷം തന്നെ മൂടൽമഞ്ഞിനുള്ളിൽ നിന്ന് നീളമുള്ള ഭീകരമായ ടെന്റക്കിളുകൾ അവനെ ചുറ്റിപ്പിടിച്ചു. ആ അജ്ഞാത ജീവി നോമിനെ പുറത്തേക്ക് വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട ഡേവിഡ് ഉടൻ തന്നെ ഓടിച്ചെന്ന് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ജീവിയുടെ ശക്തി ഭയാനകമായിരുന്നു. അത് നോമിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒല്ലി ഒരു കോടാലിയുമായി ഓടിയെത്തി. തുടർന്ന് അവർ കോടാലി ഉപയോഗിച്ച് ആ ജീവിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നോമിനെ അവർക്ക് രക്ഷിക്കാനാകുന്നില്ല. അവനെ ആ ജീവി മൂടൽമഞ്ഞിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഈ സംഭവത്തോടുകൂടി തങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ സുരക്ഷിതരല്ലെന്ന് അവർ തിരിച്ചറിയുന്നു. ആ സൂപ്പർ മാർക്കറ്റിന്റെ മുൻവശം മുഴുവൻ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടവർ ഗരാജിൽ നടന്ന സംഭവം കടയിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെയും അറിയിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം അവർ ആ കാര്യം ഡേവിഡിന്റെ അയൽവാസിയായ നോർട്ടനോട് പറയുന്നു. എന്നാൽ നോർട്ടൻ അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ തെളിവിനായി മുറിഞ്ഞുവീണ ടെന്റക്കിളിന്റെ ഭാഗം അവർ കടയിലുള്ള കുറച്ചുപേരെ കാണിക്കുന്നു. അത് കണ്ടതോടെ അവർക്ക് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നു. അതിനുശേഷം എല്ലാവരും ചേർന്ന് കട കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കടയിലുണ്ടായിരുന്ന ചാക്കുകളും മറ്റും വലിച്ചുകൊണ്ടുവന്ന് ഗ്ലാസുകൾക്ക് മുന്നിൽ അവർ അടുക്കി വെച്ചു. കടയിലുണ്ടായിരുന്ന അമാൻഡ ഡൺഫ്രി എന്ന അധ്യാപികയുടെ കൈവശം ഒരു തോക്കുള്ള കാര്യം അവൾ മറ്റുള്ളവരെ അറിയിക്കുന്നു. ആംബ്രോസ് എന്നയാളുടെ കൈവശവും ഒരു ഷോട്ട് ഗൺ ഉണ്ടെങ്കിലും അത് കടയ്ക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന അയാളുടെ ട്രക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് മിസ്സിസ് കർമോഡി എന്ന കടുത്ത മതവിശ്വാസിയായ സ്ത്രീ ഈ സംഭവങ്ങൾക്കെല്ലാം മറ്റൊരു വ്യാഖ്യാനം നൽകുന്നത്. അവിടെ സംഭവിക്കുന്നതെല്ലാം മനുഷ്യരുടെ പാപങ്ങൾക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണെന്നായിരുന്നു അവളുടെ അഭിപ്രായം. ലോകാവസാനം അടുത്തിരിക്കുകയാണെന്നും ഇത് ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിന്റെ തുടക്കമാണെന്നും അവൾ അവകാശപ്പെടാൻ തുടങ്ങി. ഇത് കേട്ട് കുട്ടികൾ ഉൾപ്പെടെ പലരും ഭയക്കുന്നത് കണ്ടപ്പോൾ അമാൻഡയ്ക്ക് ദേഷ്യം വന്നു. ഒടുവിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അമാൻഡ മിസ്സിസ് കാർമോഡിയെ അടിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ നോർട്ടനും മറ്റു ചിലരും മൂടൽമഞ്ഞിൽ അപകടമുണ്ടെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും തയ്യാറല്ലായിരുന്നു. അവർ കടയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുന്നു. ബാക്കിയുള്ളവർ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അവർ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇതിനിടയിൽ പുറത്തുപോയി അംബ്രോസിന്റെ ട്രക്കിൽ നിന്ന് ഷോട്ട് ഗൺ എടുത്തുകൊണ്ടുവരാൻ തയ്യാറായി ഒരാൾ മുന്നോട്ട് വരുന്നു. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അയാളെ രക്ഷിക്കുന്നതിനായി അയാളുടെ അരയിൽ ഒരു കയർ കെട്ടാൻ അവർ തീരുമാനിക്കുന്നു. നോർട്ടനും കൂട്ടരും പുറത്തേക്ക് പോയതിന് പിന്നാലെ അയാൾ മൂടൽമഞ്ഞിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയതോടെ കയർ പെട്ടെന്ന് അതിശക്തമായി വലിയാൻ തുടങ്ങി. അയാളെ എന്തോ ആക്രമിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവർ കയർ തിരികെ വലിക്കാൻ തുടങ്ങി. എന്നാൽ ഒടുവിൽ കയറിനൊപ്പം തിരിച്ചു വന്നത് അയാളുടെ ശരീരത്തിന്റെ പകുതി ഭാഗം മാത്രമായിരുന്നു. രാത്രിയായതോടെ കടയിലെ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് വിചിത്രമായ ചില വലിയ പ്രാണികൾ കടയുടെ ഗ്ലാസുകളിൽ വന്നിരിക്കാൻ തുടങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ അതിലും വലിപ്പമുള്ള മറ്റു ചില പറക്കുന്ന ജീവികളും അവിടേക്ക് എത്തി. ആ ജീവികൾ ഗ്ലാസ്സിലുണ്ടായിരുന്ന പ്രാണികളെ ആക്രമിക്കാൻ തുടങ്ങി. ആക്രമണം ശക്തമായതോടെ കടയിലെ ഒരു ഗ്ലാസ് തകരുകയും ചില ജീവികൾ അകത്തേക്ക് കടന്നു വരികയും ചെയ്തു. ആ ജീവിയുടെ കടിയേറ്റ് സാലി എന്ന പെൺകുട്ടി കൊല്ലപ്പെടുന്നു. അതോടെ അവയിൽ നിന്ന് രക്ഷപ്പെടാനായി കടയിലെ ആളുകൾ ചിതറിയോടാൻ തുടങ്ങി. അതേസമയം ചിലർ ആ ജീവികളെ നേരിടാൻ മുന്നോട്ട് വന്നു. ഡേവിഡ് തീ ഉപയോഗിച്ച് അവയെ അകറ്റാൻ ശ്രമിച്ചപ്പോൾ ഒല്ലി ഷോട്ട് ഗൺ ഉപയോഗിച്ച് അവയെ നേരിട്ടു. ഇതിനിടയിൽ ഒരു ജീവി മിസ്സിസ് കർമോഡിയുടെ ശരീരത്തിൽ വന്നിരിക്കുന്നു. പക്ഷേ അത് അവരെ ആക്രമിക്കാതെ പറന്നു പോകുന്നു. തൻ്റെ ദൈവവിശ്വാസം കാരണമാണ് അത് തന്നെ ആക്രമിക്കാത്തതെന്ന് അവൾ കരുതുന്നു. ആ രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം ചില ആളുകൾ മിസ്സിസ് കർമോഡിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ജോ എന്നയാൾക്ക് അബദ്ധത്തിൽ തീപിടിക്കുകയും ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്യുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവർ ആ ജീവികളെ കടയിൽ നിന്ന് തുരത്തി. പൊള്ളലേറ്റ ജോയുടെ നില അതീവ ഗുരുതരമായിരുന്നു. അയാൾക്ക് ആവശ്യമായ പെയിൻ കില്ലേഴ്സും ആന്റിബയോട്ടിക്സും കൊണ്ടുവരുന്നതിനായി അടുത്തുള്ള ഫാർമസിയിലേക്ക് പോകാമെന്ന് ഡേവിഡും കൂട്ടരും തീരുമാനിക്കുന്നു. ഡേവിഡിനോടൊപ്പം ഒല്ലിയും പട്ടാളക്കാരനായ ജെസപ്പും റിട്ടയേർഡ് അധ്യാപികയായ ഐറീനും ഉൾപ്പെടെ കുറച്ചു പേർ കൂടി പോകാൻ തയ്യാറായി.
അവർ മൂടൽമഞ്ഞിലൂടെ അതീവ ജാഗ്രതയോടെ നടന്ന് ഫാർമസിയിലെത്തി. എന്നാൽ ഫാർമസിയിൽ ആരുമുണ്ടായിരുന്നില്ല. തുടർന്ന് അവർ ആവശ്യമായ മരുന്നുകളും ആന്റിബയോട്ടിക്കുകളും ശേഖരിക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് അടുത്തുള്ള ഒരു മുറിയിൽ അവർ ഭീകരമായ ഒരു കാഴ്ച കാണുന്നത്. ആ മുറി മുഴുവൻ കൂറ്റൻ ചിലന്തിവലകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. അവയുടെ ഇടയിൽ നിരവധി മനുഷ്യ ശരീരങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾക്ക് മാത്രം അല്പം ജീവൻ ബാക്കിയുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അത് അവർ നേരത്തെ കണ്ട സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രാണവേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം സംഭവിച്ചതെല്ലാം തങ്ങളുടെ തെറ്റാണെന്നും തങ്ങളോട് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഡേവിഡും കൂട്ടരും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. അദ്ദേഹം മരിച്ചതോടെ ശരീരത്തിൽ നിന്ന് നൂറുകണക്കിന് ചെറു ചിലന്തികൾ പുറത്തേക്ക് ചാടി. അതേസമയം മുറിയുടെ ഇരുട്ടിൽ നിന്ന് ഭീമാകാരമായ ചിലന്തികളും പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടതോടെ എല്ലാവരും പരിഭ്രാന്തരായി. ഒല്ലി തന്റെ തോക്കുപയോഗിച്ച് ഒരു ചിലന്തിയെ വെടിവെച്ച് വീഴ്ത്തിയെങ്കിലും ഇതിനിടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരെ ചിലന്തികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. ജീവൻ രക്ഷിക്കാനായി ബാക്കിയുള്ളവർ ഫാർമസിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. എന്നാൽ അവിടെയും ഒരു ഭീമൻ ചിലന്തി അവരെ ആക്രമിക്കാനെത്തി. ഒരുവിധം അതിനെയും കീഴ്പ്പെടുത്തിയ ശേഷം അവർ മരുന്നുകളുമായി സൂപ്പർ മാർക്കറ്റിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ആ യാത്രയിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ഡേവിഡ് ഉറക്കമുണർന്നപ്പോഴേക്കും കടയിലെ അന്തരീക്ഷമാകെ മാറിയിരുന്നു. ഫാർമസിയിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം അവിടെയുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും മിസ്സിസ് കാർമോഡിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങി. അവരെല്ലാം മിസ്സിസ് കാർമോഡിയുടെ അനുയായികളായി മാറിക്കഴിഞ്ഞിരുന്നു. മിസ്സിസ് കാർമോഡി കൂടുതൽ ധൈര്യത്തോടെ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മനുഷ്യബലി ആവശ്യമാണെന്നും അവൾ പറയാൻ തുടങ്ങി. ഇത് കേട്ട് അമാൻഡയും മറ്റും ഡേവിഡിനോട് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോയാൽ മിസ്സിസ് കാർമോഡിയുടെ അനുയായികൾ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അവർക്ക് തോന്നിയിരുന്നു. ഇതിനിടെയാണ് ഫാർമസിയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ആ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകൾ ഡേവിഡിന് ഓർമ്മ വരുന്നത്. ഇതെല്ലാം തങ്ങളുടെ തെറ്റാണ് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അതോടെ ഡേവിഡും ഒല്ലിയും ബാക്കിയുണ്ടായിരുന്ന സൈനികരെ അന്വേഷിക്കുന്നു. എന്നാൽ ജെസപ്പിനോടൊപ്പമുണ്ടായിരുന്ന 2 സൈനികർ ഇതിനോടകം ഗരാജിൽ തൂങ്ങി മരിച്ചിരുന്നു. ജെസപ്പ് മാത്രമാണ് ജീവനോടെ ഉണ്ടായിരുന്നത്. അവനെ എല്ലാവരും ചേർന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് മലമുകളിലുള്ള സൈനിക കേന്ദ്രത്തിൽ നടക്കുന്ന രഹസ്യ പദ്ധതിയെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. ഒടുവിൽ സമ്മർദ്ദം സഹിക്കാനാവാതെ ജെസപ്പ് സത്യം പറയുന്നു. സമീപത്തുള്ള സൈനിക കേന്ദ്രത്തിൽ മറ്റൊരു ഡൈമെൻഷനിലേക്കുള്ള ഒരു സീക്രട്ട് വിൻഡോ തുറക്കാനുള്ള പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ പരീക്ഷണം നിയന്ത്രണം വിട്ടുപോയതോടെയാണ് ഈ മൂടൽമഞ്ഞും അതിനുള്ളിലെ ഭീകരജീവികളും ഇവിടെ എത്തിയതെന്ന് ജെസപ്പ് പറയുന്നു. എന്നാൽ ഇതിലൊന്നും തനിക്ക് നേരിട്ട് പങ്കില്ലെന്നും അവൻ പറയുന്നു. പക്ഷെ അത് കേട്ടതോടെ മിസ്സിസ് കാർമോഡിയും അവളുടെ അനുയായികളും ജെസപ്പിനെതിരെ തിരിഞ്ഞു. നടന്നതെല്ലാം സൈനികന്റെ തെറ്റാണെന്നും ജെസപ്പും അതിന് ഉത്തരവാദിയാണെന്നും അവർ ആരോപിച്ചു. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം കാരണം സൈനികരാണെന്ന് പറഞ്ഞ് അവർ ജെസപ്പിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഒടുവിൽ അവനെ കടയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിഴച്ച് മൂടൽമഞ്ഞിനുള്ളിലേക്ക് തള്ളിയിട്ടു. നിമിഷങ്ങൾക്കകം തന്നെ അവനെ മൂടൽമഞ്ഞിലെ ഏതോ ജീവി ആക്രമിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ബില്ലിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. മൂടൽമഞ്ഞിനുള്ളിലെ ആ ഭീകരജീവികൾക്ക് തന്നെ ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്ന് അവൻ ഡേവിഡിനോട് അഭ്യർത്ഥിച്ചു. ഡേവിഡ് അവനെ ചേർത്ത് പിടിച്ച് എന്ത് സംഭവിച്ചാലും അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പു നൽകുന്നു. അടുത്ത ദിവസം രാവിലെ മറ്റാരും ഉണരുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഡേവിഡും കൂട്ടരും തീരുമാനിച്ചു. എന്നാൽ അവർ കടയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ മിസ്സിസ് കാർമോഡി അവരെ തടയുന്നു. ഡേവിഡിനെയും കൂട്ടരെയും ചൂണ്ടിക്കാട്ടി ദൈവത്തെ വിശ്വസിക്കാത്ത ഇത്തരക്കാരുടെ പാപങ്ങളാണ് ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണമെന്ന് അവൾ വീണ്ടും പറയാൻ തുടങ്ങി. ദൈവത്തിന്റെ കോപം ശമിപ്പിക്കാൻ ഒരു മനുഷ്യബലി ആവശ്യമാണെന്നും അതിനായി ബില്ലിയെ തനിക്ക് വിട്ടു നൽകണമെന്നും അവൾ ആവശ്യപ്പെട്ടു. അതോടെ മിസ്സിസ് കാർമോഡിയും അവളുടെ അനുയായികളും ചേർന്ന് ബില്ലിയെ ഡേവിഡിന്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഒല്ലി തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് മിസ്സിസ് കാർമോഡിക്ക് നേരെ വെടിയുതിർത്തു. വെടിയേറ്റ് അവൾ തൽക്ഷണം മരിച്ചു വീഴുന്നു. ഈ അവസരം മുതലെടുത്ത് ഡേവിഡും കൂട്ടരും കടയിൽ നിന്ന് പുറത്തേക്ക് ഓടി. ആദ്യം ഡേവിഡിന്റെ കാറിനടുത്തെത്തിയ ഒല്ലി മറ്റുള്ളവർക്കായി കാറിന്റെ ഡോർ തുറന്നിടുന്നു. എന്നാൽ അപ്പോൾ ഒരു ഭീകരജീവി ഒല്ലിയെ ആക്രമിക്കുന്നു. തുടർന്ന് മൂടൽമഞ്ഞിൽ നിന്ന് അനേകം ജീവികൾ പുറത്തു വരുന്നു. അവ അംബ്രോസിനെയും കൂട്ടരെയും ആക്രമിക്കുന്നു. കടയുടെ ഉടമയായ മൈറോൺ എങ്ങനെയോ തിരികെ കടയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുന്നു.
ഡേവിഡ്, ബില്ലി, അമാൻഡ, ഐറിൻ, ഡാൻ മില്ലർ എന്നിവർക്ക് കാറിൽ കയറാൻ കഴിഞ്ഞെങ്കിലും മറ്റുള്ളവർക്ക് അതിന് സാധിക്കുന്നില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടു പോകുന്നു. വഴിയിലുടനീളം അവർ കണ്ട കാഴ്ചകൾ അതീവ ഭയാനകമായിരുന്നു. വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളുമെല്ലാം തകർന്ന നിലയിലായിരുന്നു. പട്ടണം മുഴുവൻ ഏതോ അജ്ഞാത ശക്തി കീഴടക്കിയതുപോലെ തോന്നിച്ചു. ഒടുവിൽ അവർ ഡേവിഡിന്റെ വീട്ടിലെത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഡേവിഡിനെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഭീമൻ ചെലന്തിവലകളാൽ പൊതിഞ്ഞ നിലയിൽ തന്റെ ഭാര്യ സ്റ്റെഫനിയുടെ മൃതദേഹമാണ് അവൻ അവിടെ കണ്ടത്. അവളെ രക്ഷിക്കാൻ തിരികെ വരാമെന്ന് കരുതിയിരുന്നെങ്കിലും താൻ വൈകിപ്പോയെന്ന് അവന് മനസ്സിലാകുന്നു. അതിനുശേഷം ഡേവിഡും കൂട്ടരും വീണ്ടും മൂടൽമഞ്ഞിലൂടെ യാത്ര തുടരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീമാകാരമായ ഒരു ജീവിയെ കാണുന്നു. അതിന്റെ കാലുകൾക്ക് തന്നെ മരങ്ങളെക്കാളും ഉയരമുണ്ടായിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോഴേക്കും അവരുടെ കാറിലെ ഇന്ധനവും തീർന്നു. ഇത്ര നേരമായിട്ടും രക്ഷപ്പെടാൻ ഒരു വഴിയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ആ ജീവികളുടെ കയ്യിൽപ്പെടുന്നതിനേക്കാൾ നല്ലത് സ്വന്തം തീരുമാനപ്രകാരം മരിക്കുന്നതാണെന്ന് അവർ കരുതി. ഡേവിഡ് തന്റെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ പുറത്തെടുക്കുന്നു. എന്നാൽ അതിൽ 4 വെടിയുണ്ടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറിലാണെങ്കിൽ അവർ 5 പേർ ഉണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം കാറിൽ നിന്ന് വെടിയൊച്ചകൾ കേൾക്കുന്നു. ഡേവിഡ് തന്റെ മകനെയും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. മൂടൽമഞ്ഞിനുള്ളിലെ ഭീകരജീവികളോട് തന്നെ വന്ന് കൊലപ്പെടുത്താൻ അവൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൻ കേട്ടത് മറ്റൊരു ശബ്ദമായിരുന്നു. മൂടൽമഞ്ഞിലൂടെ സൈനിക വാഹനങ്ങൾ മുന്നോട്ട് വരുന്നത് ഡേവിഡ് കണ്ടു. അവർ ഭീകരജീവികളെ നശിപ്പിച്ചുകൊണ്ട് പ്രദേശം നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. പിന്നിലുണ്ടായിരുന്ന ട്രക്കുകളിൽ ജീവനോടെ രക്ഷപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ മക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് നേരത്തെ സഹായം അഭ്യർത്ഥിച്ച ആ സ്ത്രീയും അവളുടെ കുട്ടികളും ഉണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതോടെ ഡേവിഡ് ആകെ തകർന്നുപോയി. ഏതാനും മിനിറ്റുകൾ കൂടി കാത്തിരുന്നെങ്കിൽ താനും തന്റെ മകനും കൂട്ടുകാരും രക്ഷപ്പെട്ടേനെ എന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. സ്വന്തം കൈകൊണ്ട് നഷ്ടമാക്കിയ ജീവനുകൾ ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ലെന്ന സത്യം മനസ്സിലാക്കി ഡേവിഡ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ.